എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എത്തിയത് സൂർ കഴിഞ്ഞ് അഷ്കരയ്ക്ക് പോകുന്ന വഴിക്ക് റാസൽ കബ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയത്. ഇന്ന് നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഈവനിങ് കാഴ്ചകളൊക്കെ കണ്ട് നാളെയാണ് നമ്മൾ അഷ്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തി, ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഈവനിങ് കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്തായിട്ട് റാസൽ കബ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു ക്ലിഫ് വ്യൂ പോയിന്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ക്ലിഫിന് മുകളിൽ വളരെ വിശാലമായ ഒരു സ്ഥലമാണുള്ളത്. ക്യാമ്പിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇവിടെ. ഇന്നിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ക്യാമ്പ് ചെയ്യാനായിട്ട് അധികം വാഹനങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. കാരവാൻ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു കാരവാൻ ഇവിടെ നിർത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് താഴെ കാണാൻ കഴിയുന്നത്. വളരെ ഉയരത്തിൽ നിന്ന് കടലിനെ കാണുന്നത് ഒരു പ്രത്യേകതരം ഭംഗിയാണ്. വളരെ വിശാലമായ ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും കടലിൻ്റെ ഒരു ശബ്ദവും ഒക്കെ എന്താ പറയുക, ഈ ഒരു സീസണിലും വളരെ നല്ലൊരു ക്ലൈമറ്റാണ്. നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലൈമറ്റാണ്. അങ്ങനെയും കാണാം കുറച്ചധികം വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നതും ആൾക്കാരൊക്കെ ക്യാമ്പ് ചെയ്യുന്നതാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ക്യാമ്പിങ്ങിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ രാത്രി ആയിരിക്കും. പക്ഷേ ഞങ്ങൾക്കിവിടെ രാത്രി ക്യാമ്പ് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തല്ല വന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കൽ ഇവിടെ പോയി ഇങ്ങനെ നൈറ്റ് ക്യാമ്പൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇനിയൊരു നൈറ്റ് ക്യാമ്പിന് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. കുഞ്ഞുങ്ങളെ വളരെയധികം സൂക്ഷിക്കണം, കാരണം വളരെ ഹൈറ്റുള്ളൊരു ഭാഗമാണ്. വേറെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ വളരെയധികം നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് സൂക്ഷിക്കണം. വളരെ ആഴമേറിയ ഒരു ഭാഗമാണ് താഴെ ഉള്ളതും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബീച്ചിലേക്ക് പോകാനായിട്ട് തിരിച്ച് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഒമാനി ഫാമിലി ആണെന്ന് തോന്നുന്നു പിക്കപ്പിൽ പോകുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനായിട്ട് ഡോറിലും പിക്കപ്പിൻ്റെ ബാക്ക് വശത്തുമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരമായി, ഒരു 5:30 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിൽ ഒരു റോഡ് കാണാം. നമ്മൾ ഈ റാസൽ നിന്ന് അഷ്കരയ്ക്ക് പോകുന്ന റോഡാണ് കാണുന്നത്. അതിൻ്റെ ഒരു വശം ബീച്ചും മറുവശം കുറച്ചധികം ഭാഗങ്ങളിലൊക്കെ ലേക്കൊക്കെ ഉണ്ട്. ആ ലേക്കാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ലേക്ക് ഭാഗത്തോട്ടൊന്നും പോകാനുള്ള പ്ലാനില്ല. ഞങ്ങൾ നേരെ ഇനി അടുത്ത് നമ്മൾ താമസിക്കുന്നതിന് തൊട്ട് മുന്നിൽ തന്നെ ഒരു ബീച്ച് ഉണ്ട്. അപ്പോൾ ആ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ നമുക്കിനി ബീച്ചിലേക്ക് പോയി ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ക്ലിഫിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് നമുക്കിനി ബീച്ചിലേക്ക് പോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആ കായലിനും മെയിൻ റോഡിൻ്റെ ഇടയിലായിട്ട് ചെറിയ ചെറിയ താമസ സ്ഥലങ്ങൾ കാണാം. ഇതൊക്കെ ഇവിടുത്തെ ഒമാനികൾ, ഈ കർഷകരായിട്ടുള്ള ഒമാനികൾ, അതായത് കർഷകരെന്ന് വെച്ചാൽ ഈ ആട് വളർത്തലും മറ്റുമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. വളരെ സാധാരണക്കാരായുള്ള ആൾക്കാരാണ്. ഇവിടെ കണ്ടോ, ഇപ്പം ഒരു എന്താ പറയുന്നത്, എപ്പോഴും ഒരു മഴയുള്ളൊരു പ്രതീതിയിൽ മേഘങ്ങളൊക്കാൽ മൂടപ്പെട്ട് കിടക്കുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ തിരിച്ച് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തി. നിരവധി വാഹനങ്ങളാണ്. ഇതുപോലെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ തന്നെ മസ്കറ്റിൽ നിന്നും അതുപോലെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടുത്തെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനും വെക്കേഷൻ ആഘോഷിക്കാനുമായിട്ടൊക്കെ ആൾക്കാർ വന്നതാണെന്ന് തോന്നുന്നു. കുറച്ച് മുന്നേക്ക് പോയിട്ട് നമുക്കവിടെ വാഹനം നിർത്തി നമുക്ക് ബീച്ചിലെ കാഴ്ചകൾ കാണാം. ഈ വശങ്ങളിലായിട്ടൊക്കെ കാണുന്നത് ക്യാമ്പ് ചെയ്യാനുള്ള സംവിധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വാഹനം അവിടെ നിർത്തി ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി. ഇവിടുത്തെ ബീച്ചിൽ കടൽ ഭയങ്കര റഷാണ്. അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് ഒന്നും അലൗഡ് അല്ല. മസ്കറ്റിലെ പോലെ അത്ര സേഫായിട്ടുള്ള സ്ഥലമല്ല. കുറച്ചൊക്കെ ഓഫ് റോഡിങ്ങൊക്കെ എൻജോയ് ചെയ്യുന്നവർക്കൊക്കെ ഓഫ് റോഡൊക്കെ ചെയ്യാം ഇവിടെ. ഇപ്പോൾ തന്നെ കണ്ടോ, ഒരു 2 വീൽ ഡ്രൈവ് വാഹനം ആയിട്ട് ഇവിടുത്തെ സ്വദേശികളാണ്.
എപ്പോഴും കടലിൽ നിന്ന് ഒരു എന്താ പറയുക തണുത്തൊരു കാറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇഷാൻ വളരെ ഹാപ്പിയാണ്. ഇഷാൻ ബീച്ചിലൊക്കെ വന്ന് വളരെ ഹാപ്പിയാണ്. പക്ഷേ സ്വിമ്മ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല, വളരെ ഡേഞ്ചറാണ്. വളരെ അവിടെ നല്ല ശക്തമായ തിരമാലകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെന്നാലും എന്തായാലും ബീച്ചിൽ വന്നിട്ട് കാല് പോലും നനയ്ക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൽ ഇറങ്ങി നിന്നു. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ മണൽ വളരെ ലൂസാണ്, അപ്പോൾ സൂക്ഷിക്കണം. 4 വീൽ വാഹനങ്ങളുള്ളവർക്ക് മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാത്തവർ റോഡിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു വരണം. കാരണം ഇവിടെ മണൽ വളരെ ലൂസായി കിടക്കുന്ന മണലാണ്. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു വണ്ടി അവിടെ ഇറക്കുന്ന സമയത്ത് തന്നെ. വണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് കയറി വരുന്നത്. കൂടുതൽ സമയവും വീൽ കറങ്ങി ഇരുന്ന് പോവുകയാണ്. ഞാനും 4 വീൽ ഡ്രൈവിൽ അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ല, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുമുണ്ട്. എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, അവർക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാം. പിന്നെയുള്ള ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ഇവിടെ സ്റ്റക്കായി പോയാലും ഇവിടേക്കുള്ള 4 വീൽ വാഹനങ്ങളുള്ളവരൊക്കെ ഇവിടെ ഹെൽപ്പ് ചെയ്യും. ഒമാനിലെ പ്രത്യേകതയാണ്, ഇവിടെ എല്ലാവരും വളരെ കാര്യമായിട്ട് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഓൾറെഡി വാഹനം ഒന്ന് സ്റ്റക്കായി. ഞാനപ്പോൾ അതിന് വീലിന് തൊട്ട് മുന്നിലുള്ള മണലും മറ്റുമൊക്കെ കാലുകൊണ്ട് മാറ്റി കുറച്ച് വണ്ടിക്ക് സ്ട്രെയിൻ കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഏകദേശം സ്റ്റക്കായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ വന്നു. ഒമാനീസ് അല്ല, ഒരു ജോർദാൻസ് അങ്ങനെയാണ്. പുള്ളി എനിക്ക് ഇൻസ്ട്രക്ഷൻ തരികയാണ്, വണ്ടി എങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻ തരികയാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വാഹനം മുന്നോട്ട് കൊണ്ടുപോയി. ഫൈനലി നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വണ്ടി റോഡിൽ എത്തിച്ചു. ഇനി നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരെ ഹോട്ടലിൽ പോകുന്നില്ല. കാരണം ഇപ്പോൾ എന്തായാലും ഉറങ്ങാനുള്ള സമയമൊന്നും ആയില്ല. അപ്പോൾ ഇവിടുത്തെ മറ്റുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് കരുതി. ഇപ്പോൾ ഇവിടെ അടുത്തൊരു ഷോപ്പുകളും മറ്റുമുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടത്തേക്ക് നൈറ്റ് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നിങ്ങളെ അതും കാണിക്കാം. കൂട്ടത്തിൽ നമുക്ക് ഡിന്നറും കഴിക്കാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ആ ഭാഗത്തെത്തി. ഈ കാണുന്നതാണ് ഇവിടെ അത്യാവശ്യം ഷോപ്പൊക്കെ ഉള്ളൊരു ബിസി ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയാം. അവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് ഇവിടേക്ക് വരാൻ. പക്ഷേ നമ്മളെന്താ പറയുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നൊരു സ്ഥലമാണ്. കുറച്ച് നോർമലായിട്ടുള്ള കുറച്ച് ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളും കോഫി ഷോപ്പുകളും ഒക്കെയാണ്. പക്ഷേ ഇവിടെ വളരെയധികം കാണാൻ കഴിയുന്നത്, ഇവിടെ തന്നെ സ്വദേശികളെ അധികം കാണാനില്ല. കൂടുതലും ബംഗ്ലാദേശ് സ്വദേശികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ത്യക്കാരെയും അധികം കാണാനില്ല. പിന്നെ ഷോപ്പ് നടത്തുന്നതൊക്കെ ഇന്ത്യക്കാരാണ്, മലയാളീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നൈറ്റ് ആഹാരം കഴിക്കാൻ ആകെ ഇവിടെ ഉള്ളതെന്ന് പറയാം. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിലെത്തി. കോഫി ഷോപ്പാണ്, പക്ഷേ ഇവിടെ കൂടുതലും ഗ്രിൽഡ് ചിക്കനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബംഗാളി സ്വദേശിയുടെ ഒരു ഷോപ്പാണ്. നമ്മൾ മസ്കറ്റിലൊക്കെ കാണുന്ന പോലെ വളരെ തിരക്കുള്ളൊരു സ്ഥലമൊന്നുമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് വേണ്ടി അപ്പോഴ് ചാർക്കോളൊക്കെ വെച്ച് അത് കത്തിച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ തയ്യാറെടുക്കുകയാണ്. मिनट का ऊपर का टाइम लगेगा। രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാവിലെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുത്തെ പുറം കാഴ്ചകൾ കാണാനായിട്ടൊക്കെ ഇറങ്ങി. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. വളരെ നല്ല കാറ്റാണ്. പക്ഷേ എന്നാലും നമുക്ക് എന്താ പറയുക, ഒരു വലിയ ചൂടൊന്നുമില്ല, ചൂടേ ഇല്ല അവിടെ. വളരെ നല്ലൊരു ക്ലൈമറ്റാണ്.
കുട്ടികളൊക്കെ ഉണ്ട്, അതിൽ സന്തോഷത്തിൽ കിടന്ന് ഓടുകയാണ്. അവർ വളരെ ഹാപ്പിയാണ്. ഇവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ അവർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് അഷ്കരയ്ക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ രാവിലെ ഒരു 10 മണി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഒരു 11 മണിയോട് കൂടി ഞങ്ങൾ അഷ്കരയ്ക്ക് പോകാനായിട്ട് ഇവിടുന്ന് തിരിച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി അഷ്കര എത്തണം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഉച്ചയാകുമ്പോൾ അഷ്കരയ്ക്ക് എത്തണം എന്നുള്ള രീതിയിലാണ്. വളരെ നമുക്ക് തിരക്കൊന്നുമില്ല, അത്യാവശ്യപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല. വൈകുന്നേരത്തെ അഷ്കര ഫെസ്റ്റിവൽ കാണാനുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഈ സമയത്ത് തിരിക്കുന്നത്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ എന്ന് വെച്ചാൽ കൂടുതലും ഈ ഇതുപോലെയുള്ള ബീച്ച് സൈഡാണ് ഉള്ളത്. നമ്മൾ ഈ ബീച്ചിന് പാരലായിട്ടാണ് അഷ്കര വരെ പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു സ്റ്റേ ആണ് ഈ ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യാനോ ഇനി പോകാനോ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിലും അവിടുത്തെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മസ്കറ്റിൽ നിന്ന് നമുക്ക് റൂം നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നലെ കണ്ട ഒരു ചെറിയ ഒരു ടൗണൊക്കെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. പോകുന്ന വഴിക്ക് പിങ്ക് ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലേക്കുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ പിങ്ക് ലേക്കും കൂടെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇവിടെ റോഡിന് ലൈൻ വരയ്ക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ വളരെ കണ്ണത്ത ദൂരത്തിൽ നിരന്ന് കിടക്കുന്ന റോഡാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വളരെ കടലിനോട് വളരെ അടുത്തായിട്ടാണ് നമ്മൾ പോകുന്നത്. വളരെ അടുത്ത് ചേർന്നാണ് ഈ റോഡ് തന്നെ പോകുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. ഒരു സൈഡിൽ വിശാലമായ കടൽ, മറു സൈഡിൽ നിരന്ന് കിടക്കുന്ന മണൽ. എന്തായാലും ഈ റോഡിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ വളരെ കെയർ ചെയ്ത് വേണം വണ്ടി ഓടിക്കാൻ. റോഡിൻ്റെ കാഴ്ചകൾ ഒരുപാട് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഇത്രയധികം കാഴ്ചകൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ റോഡിൻ്റെ വീഡിയോസൊക്കെ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മളിങ്ങനെ റോഡിലൂടെ നമ്മൾ തന്നെ സഞ്ചരിച്ച് പോകുന്നൊരു ഫീല് നമുക്കൊരു വീഡിയോ കാണുമ്പം ഉണ്ടാവട്ടെ എന്നും കരുതിയിട്ടാണ്. ഇപ്പോൾ തന്നെ റോഡിലേക്ക് നല്ലപോലെ മണൽ കാറ്റിലടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗങ്ങളിലാണ് പിങ്ക് ലേക്ക് എന്ന് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. പറ്റിയാൽ ഞങ്ങൾ ആ റൈറ്റ് സൈഡിലേക്ക് എവിടെയെങ്കിലും കയറാൻ അവിടേക്ക് എത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി കണ്ട ഒരു ടൗണിൻ്റെ ഭാഗങ്ങളാണ് ഈ നമ്മൾ തൊട്ട് മുന്നിൽ കാണുന്നത്. മസ്കറ്റിലെ പോലെ ഒരുപാട് തിരക്കും ഒരുപാട് വണ്ടികളും ഒന്നും ഇല്ലാത്ത വളരെ തിരക്ക് കുറഞ്ഞ ഒരു നാട്ടുമ്പുറം എന്ന് പറയില്ല, ഒരു തീരദേശ പ്രദേശം എന്ന് തന്നെ പറയാം. എല്ലാം ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലും കുറേയൊക്കെ പഴയ കെട്ടിടങ്ങൾ, ഏകദേശം പൊളിഞ്ഞു പോയ പോലെയുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു വലിയൊരു ക്യാമ്പിംഗ് ഏരിയയാണ്. ഇത് ഗവൺമെൻറ് തന്നെ നിർമ്മിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം വാഷ്റൂം ഫെസിലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ നൈറ്റ് ടൈമൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാം. അവിടെ ലൈറ്റും മറ്റുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ബീച്ചിന് ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് നൈറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒമാൻ വളരെ സേഫായ ഒരു കൺട്രി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് നൈറ്റ് ടൈമൊക്കെ ഇത്രയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടുത്തെ കാഴ്ചകൾ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. നമ്മുടെ ഒരു സൈഡിൽ ചെറിയ ചെറിയ വീടുകളും ലെഫ്റ്റ് സൈഡിൽ കടലും. ആ കടൽ വളരെ നല്ല പച്ച കളറിൽ കിടക്കുന്ന കടലും. ഇങ്ങനെയൊക്കെ ഒരു ഡ്രൈവ് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിലൊക്കെ എത്തിയ ഒരു ഫീലൊക്കെ ഉണ്ട്. ചില തീരദേശ മേഖലകളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതേ ഒരു ഫീൽ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഇതുപോലെയുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇവിടുത്തെ റോഡൊക്കെ വളരെ നല്ല റോഡാണ്. നമുക്ക് യാത്ര ചെയ്യുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളൊരു റോഡൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഏകദേശം അവിടുന്ന് യാത്ര തുടങ്ങി. ഏകദേശം ഉച്ചയാകാറായപ്പോൾ, ഏകദേശം ഒരു 12:30 1 മണി ആവാറായപ്പോൾ നമ്മൾ അഷ്കരയ്ക്ക് അടുത്തെത്താറായി.
അങ്ങനെ നമ്മൾ ആദ്യം അഷ്കര ഹാർബർ കാണാനായിട്ടാണ് പോകുന്നത്. ഈ തൊട്ടു മുന്നിൽ കാണുന്നതാണ് അഷ്കര ഹാർബറിലേക്കുള്ള എൻട്രൻസ്. ഞാനൊരു 2016 ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ഈദ് സമയത്തുള്ള ഒക്കേഷന്. എൻ്റെ ഒരു ഒമാനി സുഹൃത്തും എൻ്റെ മറ്റ് 2 സുഹൃത്തുക്കളുമായിട്ടാണ് ഞങ്ങൾ ആദ്യം ഇവിടെ അഷ്കര ഹാർബറിൽ വന്നത്. അന്ന് ഞങ്ങൾക്ക് അഷ്കര ഹാർബറും മറ്റൊന്നും അറിയില്ല. ആ ഒമാനി സുഹൃത്ത് കൊണ്ടുപോയ വഴിക്ക് കണ്ട കാഴ്ചകളൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ഞാൻ അന്ന് വന്നിട്ടുള്ളത് ഇവിടെയാണെന്ന്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്കിനി ഹാർബറിലെ കാഴ്ചകൾ കാണാം. ഞങ്ങളന്ന് 2016 വരുന്ന സമയത്തൊന്നും ഈ കടൽഭിത്തികളൊന്നും ഇവിടെ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്തെങ്ങാനും അതിനുശേഷം ഉണ്ടാക്കിയതായിരിക്കാം. അന്ന് ഈ കടൽഭിത്തികളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇങ്ങനൊരു വലിയ പാർക്കിങ്ങും ഈ ഹാർബറും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹാർബറിൻ്റെ പാർക്കിങ്ങിലെത്തി. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം, ഈ ഫിഷിങ്ങിനൊക്കെ ആയിട്ട് പോകുന്ന നിരവധി ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ പോയിട്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു, അവരതിൻ്റെ വലയൊക്കെ കറക്റ്റായി റെഡിയാക്കി വെക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹാർബറിലെ കാഴ്ചകൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള ഈ കാണുന്ന ബോട്ടൊക്കെ നമ്മുടെ നാട്ടിലെ അതേപോലത്തെ ഫിഷിംഗ് ബോട്ടാണ്. പക്ഷേ നമുക്ക് ദൂരെ കാണുന്ന ആ ടൈപ്പ് ഒന്നും നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ബോട്ടുകളൊന്നും ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോഴും ആ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫിഷിംഗ് ബോട്ടുകൾ തന്നെ ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു ഹാർബറാണ്. ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എല്ലാ ഷിപ്പും ഫിഷിങ് കഴിഞ്ഞ് തിരിച്ച് എത്തിയതായിരിക്കാം. പക്ഷെ ഒരു ഈവനിങ് ടൈമോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടൈമോ ഒക്കെ നല്ലൊരു സീനറി ആയിരിക്കും ഇവിടെയൊക്കെ കാണാനൊക്കെ. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ ഫിഷ് കൊണ്ടുവന്നതിന് ശേഷം അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങി മറ്റുള്ള ഭാഗത്തേക്ക് സെയിൽ ചെയ്യാൻ കൊണ്ടുപോകുന്നവരാണ്. അവരതൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി അതിനെയൊക്കെ കൃത്യമായിട്ട് പെട്ടിയിലൊക്കെ ആക്കി ഫ്രീസ് ചെയ്ത വാഹനങ്ങളിലേക്ക് കയറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയതിന് ശേഷം വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ മുന്നോട്ടൊരു പാർക്കിംഗ് നോക്കിയിട്ട് അവിടെ നിർത്തിയിട്ട് നമുക്ക് പോയി നോക്കാം, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കൂടുതൽ ഉള്ളിലേക്ക് പോകാനൊന്നും അവർ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും നോക്കാം. ചൂരയാണെന്ന് തോന്നുന്നു മീൻ. വണ്ടിയിൽ ഐസ് ബോക്സോ കൂൾ ബോക്സോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങി മസ്കറ്റിന് കൊണ്ടുപോകാമായിരുന്നു. നമ്മളതൊന്നും കരുതിയല്ല വന്നത്. അല്ലാതെ നമ്മൾ വാങ്ങി വെച്ചിരുന്നാൽ നമ്മളിപ്പോൾ എപ്പോഴും മസ്കറ്റിലെത്തുമെന്ന് അറിയില്ല, അപ്പോഴത്തേക്ക് അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോയി ഹാർബറിൻ്റെ കാഴ്ചകൾ കാണാം. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഹാർബറാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഹാർബറിലൊക്കെ പോയാൽ വളരെ ദുർഗന്ധമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ ഹാർബറിൽ നോക്കിയാൽ പച്ച കളർ വെള്ളമല്ലാതെ ആ വെള്ളത്തിൽ യാതൊരുവിധ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റുള്ള മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയയാണ്. വളരെ എന്താ പറയുക, ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. ഇതെനിക്ക് തോന്നുന്നു മോർണിംഗ് ടൈമിനോ ഈവനിങ് ടൈമിലോ ആയിരിക്കും കൂടുതൽ ഭംഗി. ഇപ്പോൾ തന്നെ നോക്കിയാൽ പച്ചക്കടൽ, എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക് വാട്ടർ ആയതുകൊണ്ടാണ് വലിയ തിരമാലകളൊന്നും ഇങ്ങോട്ട് ഇല്ലാത്തത്. എങ്കിലും ആ ട്രഡീഷണൽ രീതിയിലുള്ള ബോട്ടും ആ പച്ചക്കടലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഈ കപ്പൽ നിർമ്മാണശാല ഒക്കെ ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു മലയാളികളൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ അജിത്ത് എന്നൊക്കെ പേര്, മലയാളികളായിരിക്കാം, ഇന്ത്യക്കാരായ ആൾക്കാരൊക്കെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരൊക്കെ പേരൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഹാർബറിലെ കാഴ്ചകൾ കണ്ടിട്ട് അടുത്ത നമ്മുടെ ലൊക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രൈവിൻ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകണം. പക്ഷെ എനിക്ക് എത്ര ഇവിടെ വീഡിയോസ് എടുത്തിട്ടും ഫോട്ടോസ് എടുത്തിട്ടും മതിയായില്ല. ഞാൻ വളരെയധികം ഫോട്ടോസൊക്കെ എടുത്തു. നേരത്തെ നമ്മൾ പോയ ഹാർബറിൻ്റെ മറുവശത്തുള്ള കാഴ്ചയാണ്. നമ്മൾ മറുഭാഗത്ത് വന്നിട്ട് അവിടെ നിന്നും കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു.
ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു വ്യത്യസ്തമായ കാഴ്ച കണ്ടു. ടൊയോട്ടയുടെ ടെർസൽ എന്ന് പറഞ്ഞ് സ്റ്റോപ്പായി പോയ ഒരു മോഡൽ കാറാണ്. കുറച്ച് അതേ സെയിം മോഡൽ കാർ അവിടെ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടു. നമ്മളിനിപ്പോൾ ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ട് ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം എനിക്കൊന്ന് വളരെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് കാണുന്നതൊക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ സാധാരണ എനിക്കൊന്ന് മത്സ്യബന്ധനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങളാണ്. എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള കെട്ടിടങ്ങളാണ്. തൊട്ട് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്ന ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനൊക്കെയുള്ള ചെറിയ ചെറിയ ബോട്ടുകളും നമുക്കിവിടെ കാണാം. അതൊക്കെ അവിടെ എനിക്ക് തോന്നുന്നു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോയതായിരിക്കും. അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അവിടെ അതെല്ലാം. അതും അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളാണോ എന്ന് എനിക്കറിയില്ല. വളരെയധികം ബോട്ടുകൾ കരയ്ക്ക് തന്നെ അവർ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് മാക്സിമം ഒരു 2 നില കെട്ടിടങ്ങൾ വരെ മാത്രമേ ഇവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. അതിന് മുകളിലോട്ടുള്ള വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ മസ്കറ്റിൽ താമസിക്കുന്നവർക്ക് മസ്കറ്റിൽ നിന്നൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു എന്താ പറയുക വളരെ ഡിഫറെൻറ്റ് ഫീൽ തന്നെയായിരിക്കും കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ വലിയ തിരക്കില്ല, വളരെ ശബ്ദമില്ല, വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ജനവാസമുള്ള കെട്ടിടങ്ങളാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ആരെയും നമുക്ക് കാണാനൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് ആ ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇനിയിപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കട്ടെ. ഇവിടെ എല്ലാം അന്ന് ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, ഒമാനി സുഹൃത്ത് വന്നപ്പോൾ അന്നെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം പുള്ളിക്കാരൻ കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് അന്നും വന്ന സ്ഥലങ്ങളാണല്ലോ എന്ന് ഓർമ്മ വരുന്നത്. അന്ന് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഉപയോഗിക്കാതെ ആ ഒമാനി സുഹൃത്ത് നേരത്തെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടെയൊക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടി മാത്രം ഈ ദിവസം പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ പ്രായമുള്ള ആളല്ല, എന്നേക്കാളും വളരെ ഇളയതായിട്ടുള്ള ഒരാളാണ്. ബില്ലറവ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഇതിനൊക്കെ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഈ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് പോയി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ പുള്ളി മാക്സിമം കാഴ്ചകൾ കാണിച്ച് നൈറ്റ് ടൈം ആയപ്പോൾ ഞങ്ങളെ തിരിച്ച് മസ്കറ്റിൽ എത്തിച്ചു. പക്ഷേ ഞങ്ങളിപ്പോൾ ഇത് കവർ ചെയ്യാൻ ഏകദേശം രണ്ടാം ദിവസം ട്രിപ്പായിട്ടാണ് വന്നത്. നോക്കി എത്ര ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നോക്കി. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ ഒരു തീരദേശ മേഖലയിലൊക്കെ ഇത്ര ക്ലീൻ ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഗൂഗിൾ മാപ്പ് പ്രകാരം ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് ഇവിടെയാണ് കാണിക്കുന്നത്. പക്ഷേ തൊട്ട് ഫ്രണ്ടിലോട്ട് കണ്ടിട്ട് അവിടെ ഒന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നുള്ള സൗകര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഉച്ച സമയത്തും കണ്ടോ അവിടെ ആൾക്കാർ ബീച്ചിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ഇൻ ബീച്ചിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ വാഹനം കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് തിരിച്ച് പോകാമെന്ന് കരുതി. ഇനി ഇവിടുന്ന് അഷ്കര എന്നൊരു ബോർഡുള്ള ഒരു ഭാഗമുണ്ട്, അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇതാണ് അഷ്കര, അതായത് അഷ്കരയുടെ മെയിൻ ഭാഗം. നമ്മൾ അഷ്കരയിലേക്ക് ഇബ്ര വഴി വരുമ്പോൾ അഷ്കര എത്തുന്ന ഭാഗം ഇവിടെയാണ്. അഷ്കര തുടങ്ങുന്ന ഭാഗമായിരിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അതുപോലെ അഷ്കരയുടെ ആ ഒരു നെയിം എഴുതിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ അഷ്കര ഫെസ്റ്റിവൽ നടക്കുന്ന ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇന്ന് ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടും ഇപ്പോൾ ഒരു ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം അധികം തിരക്കുകളൊന്നും കാണാനില്ല റോഡിൽ. ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഏകദേശം സിറ്റിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് അഷ്കര ഫെസ്റ്റിവൽ നടക്കുന്ന ഭാഗത്തേക്ക് വന്നു. നമ്മുടെ മസ്കറ്റ് ഫെസ്റ്റിവൽ പോലെ അത്ര വലിയ ആഘോഷങ്ങളൊന്നും ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ കാര്യമായ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അഷ്കര ഫെസ്റ്റിവൽ കാണാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് മസ്കറ്റിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഗാർഡൻ്റെ ഭാഗത്താണ് അഷ്കര ഫെസ്റ്റിവലിലൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളൊന്ന് ഓടി കണ്ട് ബീച്ചിലുള്ള ഒരു ഡ്രൈവും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് മസ്കറ്റിന് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആവുന്ന 4 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് മസ്കറ്റിന് തന്നെ പോവാം. എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ ആകുമ്പോൾ വളരെ റഷായിരിക്കും ഇവിടെ, വളരെയധികം തിരക്കുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എനിക്ക് നൈറ്റ് ടൈമിലായിരിക്കും അതിൻ്റെയൊക്കെ ഒരു ഭംഗി. ഇവിടുത്തെ ക്ലൈമറ്റാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് ഈ ഒരു സമ്മർ സീസണിലും നല്ല ഒരു നോർമൽ ക്ലൈമറ്റ്, അധികം തണുപ്പുമല്ല എന്നാൽ വലിയ ചൂടുമല്ല, ഒരു 27-25 അങ്ങനെയൊക്കെയുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് അഷ്കര ഫെസ്റ്റിവൽ നടക്കുന്ന ഭാഗത്തുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും 4 മണിക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിവിടെ നിന്ന് തിരിച്ച് മസ്കറ്റിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. പിന്നെ എല്ലാവരും 2 ദിവസത്തെ യാത്രയിൽ തന്നെ ഏകദേശമൊക്കെ ടയേർഡായി. ഇവിടെയും കുറേ ആൾക്കാർ ഇതിനൊക്കെ കരവനൊക്കെ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇവിടെ നൈറ്റ് ഫുള്ള് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേയധികം വാഹനങ്ങൾ അവിടെ കണ്ടു. അതുപോലെ ഇന്നലെ ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ച സമയത്തും ഹോട്ടലിലൊന്നും AC ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം നമുക്ക് വളരെ നോർമൽ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോഴും ഇവിടെ ഈ ഒരു സമയത്തും ചൂടൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചെന്തായാലും തിരിച്ചു പോകാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റും മഴയൊക്കെ അത്യാവശ്യം കിട്ടുന്നതുകൊണ്ടായിരിക്കണം ഇപ്പോൾ എന്താ പറയുക, മണലിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ വെദൂബിയൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയും. ഇവിടുത്തെ സാധാരണക്കാരായ കർഷക കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന അവരുടെ ഒരു ഏരിയയാണ്. ആട് വളർത്തലും മറ്റുമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുടെ സ്ഥലങ്ങളാണ്. വളരെ സാധാരണ ഫെസിലിറ്റീസ് മാത്രം ഒക്കെ ഉള്ള കെട്ടിടങ്ങളാണ്. കെട്ടിടങ്ങളെന്ന് പറയാൻ കഴിയില്ല, ഷെഡുകൾ പോലെയുള്ള ഇതാണ് അവർ താമസിക്കുന്ന ചുറ്റുപാടെന്ന് പറയുന്നത്. ടൂ വേ ട്രാഫിക്കാണ്, വളരെ സൂക്ഷിച്ച് വേണം ഈ ഭാഗങ്ങളിലൊക്കെ റോഡിൽ നമ്മൾ പോകാൻ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്തും അത്യാവശ്യം നല്ല പച്ചപ്പ് കാണാനുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ എക്സ്പ്രസ് വേ എത്തി. ഇതിപ്പോൾ നമ്മുടെ മസ്കറ്റിലെ ഫഞ്ചിൽ നിന്ന് തുടങ്ങി സൂറ് വരെ പോകുന്ന എക്സ്പ്രസ് വേ ആണ്. ഷർക്കൈ എക്സ്പ്രസ് വേ എന്നങ്ങനെയാണ് ഈ റോഡിൻ്റെ പേര്. അപ്പോൾ ആ റോഡിലാണ് 2 ടണലുള്ളത്. നമ്മൾക്ക് പോകുന്ന വഴിക്ക് ആ ടണൽ കാണാം. അപ്പോൾ നമ്മൾ ടണലിനുള്ള ഭാഗത്തെത്തി. നമുക്ക് 2 ടണൽ ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഫഞ്ചിയിലെത്താൻ. റോഡിൽ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് വീഡിയോസ് ഞങ്ങൾ റോഡിൻ്റെ കാഴ്ചകളാണ് എടുത്തത്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ഇങ്ങനെ റോഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ട് ഒരുപാട് കാഴ്ചകൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ടണലിൻ്റെ ഭാഗത്തെത്തി. ഇവിടെ 90 km/സ്പീഡിലാണ് നമ്മൾ ടണൽ ക്രോസ് ചെയ്യേണ്ടത്. നിങ്ങൾ പല വീഡിയോസിലും ടണൽ കണ്ടുണ്ടാവും. എങ്കിലും ഞാൻ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടണലിൻ്റെ വീഡിയോസ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഈ ടണൽ ഏകദേശം 4.5 കിലോമീറ്റർ കണ്ട് ലെങ്ത് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ടണലും കൂടെ ഉണ്ട്.
അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് മസ്കറ്റിലെത്തി. സന്ധ്യയോടുകൂടി ഞങ്ങൾ മസ്കറ്റിലെത്തി. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.